ബാസ വേഴ്സസ് ഇന്റർ മിലാൻ മാച്ച് ഫസ്റ്റ് ലെഗ് അവസാനിച്ചത് 3-1 ഒരു സമനിലയോട് കൂടിയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരുന്നു. ശരിക്കും ടീം യുണൈറ്റ് ചെയ്ത് പെർഫോം ചെയ്തൊരു മാച്ച് ആയിരുന്നു. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് മാച്ച് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ആ ഒരു മാച്ച് ഫീൽ ചെയ്തത്. പക്ഷെ അതേ സമയത്ത് കുറേ ഇൻഡിവിജ്വൽ എറേഴ്സും കാര്യങ്ങളും ആ ഒരു മാച്ചിലുണ്ടായിരുന്നു. എന്തായാലും ശരി, ഈ ഒരു വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് ലെഗിനെ കുറിച്ചല്ല സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്, പകരം സെക്കൻഡ് ലെഗിനെ കുറിച്ചാണ്. അപ്പോൾ സെക്കൻഡ് ലെഗിൽ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ലെഗ് കണ്ട ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസുകളും വളരെയധികം കുറവാണ്. അതായത് ഈ ഒരു ഫസ്റ്റ് ലെഗിൽ നമ്മുടെ മെയിൻ അറ്റാക്കർ എന്ന് പറയുന്നത് ലെമീൻ ആയിരുന്നു. ലെമീൻ്റെ വിങ്ങിലൂടെയായിരുന്നു ബാസയുടെ ഒട്ടുമിക്ക അറ്റാക്കും വന്നിട്ടുള്ളത്. ലെമീനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്തത്. അതായത് നമ്മുടെ ടീമിൻ്റെ പെർഫോമൻസിനെ രണ്ടിരട്ടി ബെറ്റർ ആക്കുന്നത് ലെമീൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു മാച്ചിൽ തന്നെ മാച്ചിൻ്റെ തുടക്കത്തിൽ 2 പ്ലേയേഴ്സ് ആയിരുന്നു ലെമീൻ്റെ മാൻമാർക്ക് ഈ ഒരു ഇന്റർവിലാണ് അപ്പോയിന്റ് ചെയ്തത്. അത് ലാസ്റ്റ് 3 പ്ലേയേഴ്സിലേക്ക് മാറി. അപ്പോൾ 3 പ്ലേയേഴ്സ് ഈ ഒരു ലെമീനെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു ഇന്റർ മിലാൻ മാച്ചിൽ ഉണ്ടായത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ലെഗിലേക്ക് വരുമ്പോൾ ഇന്റർ മിലാൻ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 3 പ്ലേയേഴ്സിനെ വെച്ചിട്ടായിരിക്കും. അതായത് ലെമീനെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 3 പ്ലേയേഴ്സ് എന്തായാലും പ്ലെയറെ മാൻമാർക്ക് ചെയ്യും. ഈ പ്ലെയർ അവരെയും ഔട്ട് ക്ലാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 4 പ്ലേയേഴ്സിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലെമീൻ്റെ വിങ്ങിലൂടെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ത്രെട്ട് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. അത് ചിലപ്പോൾ കുറയും. ഇനി പ്ലെയർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ ഔട്ട്പുട്ട് കിട്ടും. എന്തായാലും പ്ലെയറിൻ്റെ പ്രായവും അതേപോലെ തന്നെ പ്ലെയറിൻ്റെ നിലവിലുള്ള സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ 3 പ്ലേയേഴ്സൊക്കെ പ്ലെയർ മാൻമാർക്ക് ചെയ്യുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള നമുക്ക് ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള ബാസ താരങ്ങൾ ഈ മാച്ചിൽ സ്റ്റെപ്പ് അപ്പ് ആവേണ്ടതുണ്ട്. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡാനി ഓൾമോ. ആ ഒരു താരം ഈ ഒരു ഫസ്റ്റ് ലെഗിൽ അത്ര ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിറ്റ്വീൻ ദി ലൈൻസ് പ്ലെയർ കുറേ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ പ്ലെയർ ചെയ്തില്ല. അപ്പോൾ ആ ഒരു താരമാണ് ഈ ഒരു മാച്ചിൽ സ്റ്റെപ്പ് അപ്പ് ആവേണ്ടത്. കാരണം ഡാനി ഓൾമോനെ വെച്ചിട്ട് നമുക്ക് ഈ മാച്ച് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഡാനി ഓൾമോക്ക് ഈസി ആയിട്ട് ഈ ഒരു ഇന്റർ ഡിഫൻസ് മറികടന്ന് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു മാച്ച് അതായത് ഫസ്റ്റ് ലെഗിൽ ചെറുതായിട്ട് അതിൻ്റെ ഒരു വേർഷൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതും ഒരു സിനാറിയോയിൽ മാത്രമായിരുന്നു. പക്ഷേ സെക്കൻഡ് ലെഗിലേക്ക് വരുമ്പോൾ പ്ലെയർ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഇന്റർ മിലാൻ്റെ ഡിഫൻസ് ലൈൻ മറികടക്കുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അതായത് ഈ ഒരു ഇന്റർ മിലാൻ്റെ ഡിഫൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയൊരു പ്ലെയറാണ് ഡാനി ഓൾമോ എന്നൊരു വിശ്വാസം എനിക്ക് നല്ല രീതിയിലുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് പ്ലെയർ ഗോള് അല്ലെങ്കിൽ ഒരു അസിസ്റ്റ് ബാസ്ക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പ്ലെയർ പെർഫോം ചെയ്യുമെന്നാണ് എൻ്റെ ഒരു ടേക്ക്. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഫെറാൻ ടോറസ് അതേപോലെ തന്നെ പെദ്രയും ഫ്രാങ്കി ഡിയോങ്ങും എന്നീ താരങ്ങളൊക്കെ സ്റ്റെപ്പ് അപ്പ് ആവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആവുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. നടന്ന നല്ല കാര്യം. പിന്നെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാച്ചിൽ ബാൽഡെ അവൈലബിൾ ആവും എന്ന് പറഞ്ഞിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു താരം അവൈലബിൾ ആവുകയാണെങ്കിൽ നമുക്ക് റഫീനയുടെ ഒരു ബെസ്റ്റ് വേർഷൻ കാണാൻ പറ്റും. അതായത് ഈ കഴിഞ്ഞ ഫസ്റ്റ് ലെഗിൽ ജെറാഡ് മാർട്ടിനെ വെച്ചിട്ട് തന്നെ റഫീനിയ അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ബാൽഡെ വന്നു കഴിഞ്ഞാൽ റഫീനയുടെ ട്രൂ വേർഷൻ കാണാൻ പറ്റുമോ എന്നാണ് എൻ്റെ ടേക്ക്. ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ജെറാഡ് മാർട്ടിൻ എന്ന് പറയുന്ന താരത്തിൻ്റെ ക്വാളിറ്റി വൻ വീക്കാണ്. അതായത് ബാസ ലെവലിലില്ല. അപ്പോൾ പ്ലെയറിന് കുറേ ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പ്ലെയർ വരുന്നില്ല. അതായത് ഇപ്പോൾ റഫീനിയക്ക് അദ്ദേഹത്തിൻ്റെ ട്രൂ പൊട്ടൻഷ്യലിലേക്ക് പോകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോപ്പർ സപ്പോർട്ട് വേണം. ആ ഒരു സപ്പോർട്ട് ജെറാഡ് മാർട്ടിന് കൊടുക്കാൻ പറ്റത്തില്ല. അതുമാത്രമല്ല ജെറാഡ് മാർട്ടിൻ ഇപ്പോൾ അറ്റാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിഫൻസ് പ്രോപ്പറായിട്ട് കവർ ചെയ്യാൻ പ്ലെയറിന് ക്വിക്കായിട്ട് സാധിക്കത്തില്ല. അതുമാത്രമല്ല ഡിഫെൻസീവ് വൈസ് പ്ലെയർ ടോപ്പ് അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് പ്ലെയർ നിൽക്കുന്നത്. അങ്ങനെയാണ് ജെറാഡ് മാർട്ടിൻ്റെ കേസ് ഉള്ളത്. പക്ഷെ അതേ സമയത്ത് ബാൽഡയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ബാൽഡ അറ്റാക്കിലേക്ക് പോകുമ്പോൾ ഗ്യാവിയായിരുന്നു ബാൽഡയുടെ സോൺ കവർ ചെയ്യാനുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ബാൽഡയ്ക്ക് ക്വിക്കായിട്ട് അറ്റാക്കിലും അതേപോലെ തന്നെ ഡിഫൻസിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്ലെയർ അതിന് അഡാപ്റ്റായി. അതുമാത്രമല്ല ബാൽഡയുടെ ഈ ഒരു പ്രസൻസോട് കൂടി നമ്മുടെ റഫീനയ്ക്ക് നല്ല ഫ്രീഡം കിട്ടുന്നുണ്ട്. ഹാൻസ് ഫ്ലിക്കിൻ്റെ സിസ്റ്റത്തിൽ ഫ്രീ ടു റോം നല്ല രീതിയിൽ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഗെയിം ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല ബാൽഡെ റഫീനിയ കണക്ഷനിലൂടെ കുറേ ത്രെഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആ ഒരു പാറ്റേൺ ജെറാഡ് മാർട്ടിൻ്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ലിമിറ്റേഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ബാൽഡയുടെ വരവ് സെക്കൻഡ് ലെഗിൽ
വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. റഫീനിയയിലാണോ അത് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുക? അതായത് വേറെ ലെവൽ ഔട്ട്പുട്ട് ഈ രണ്ട് താരങ്ങളുടെ കോമ്പോയിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു സീസണിൽ ഓൾറെഡി കണ്ടതാണ്. അതായത് ബാൽഡെ റഫീനിയ കോമ്പോയിലൂടെ നമുക്ക് എത്രത്തോളം അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല റഫീനിക്ക് എത്രത്തോളം ബ്രീത്തിങ് സ്പേസ് കിട്ടുന്നുണ്ടെന്ന്. ഇപ്പോൾ ജെറാർഡ് മാർട്ടിനൊക്കെ ഉണ്ടാകുമ്പോൾ റഫീനിയ കുറച്ചും കൂടി അവെയറായിട്ട് നിൽക്കേണ്ടി വരുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ റഫീനെ ട്രാക്ക് ബാക്ക് ചെയ്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ ബാൽഡി ഉണ്ടാകുമ്പോൾ റഫീനിക്ക് അത് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരുന്നില്ല. ചില സിനാറിയോസ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടൈം ബാൽഡി തന്നെയായിരിക്കും ആ ഒരു ട്രാക്ക് ബാക്കിങ് നടത്തിയിട്ട് ബാസി സേവ് ചെയ്യുക. റഫീനൊക്കെ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരുന്നില്ല. റഫീനൊക്കെ കൂടുതലും അറ്റാക്ക് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്താൽ മതി. ആ രീതിയിലാണ് ഉള്ളത്. അപ്പോൾ ബാൽഡയുടെ വരവ് റഫീനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ടീമിനെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമാണ്, അതായത് ഈ ഒരു ഫസ്റ്റ് ലെഗിൽ ബാസയിൽ ഇന്റർ മിലാൻ്റെ ലെഫ്റ്റ് സോഡ് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ നിന്നിട്ടില്ല. ഇങ്ങനെ വലിയ രീതിയിൽ ത്രെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിന്നിട്ടില്ല. കൂടുതലും റൈറ്റ് സോണിലൂടെയാണ് നമ്മൾ ത്രെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ബാളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂളായിട്ട് ഇന്റർ മിലാൻ്റെ ഡിഫൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ഡിഫൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ടേക്ക്. പോസിബിളാണ്. ഇപ്പോൾ ബാളിൻ്റെ വന്നു കഴിഞ്ഞാൽ ഇന്റർ മിലാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള പ്ലാൻസ് വർക്ക് ആവത്തില്ല എന്നാണ് എൻ്റെ ഒരു ടേക്ക്. പിന്നെ ഈ ഒരു മത്സരത്തിൽ ലെവൻഡോസ്കി വരുമെന്ന് പറഞ്ഞിട്ടുള്ള അപ്ഡേറ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒപ്പോണൻറ്റ് ടീമിന് സെറ്റ് പീസ് ലഭിക്കുകയാണെങ്കിൽ അത് മാക്സിമം ക്ലിയർ ചെയ്ത് തരും. ഇപ്പോൾ കഴിഞ്ഞ 2 മാച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റ് പീസിൽ 2-3 ഗോൾ കൺസിഡർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ഒരു താരത്തിനും പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ലെവൻഡോസ്കിയുള്ള മാച്ചസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സെറ്റ് പീസ് വഴി നമ്മൾ ഗോൾ വഴങ്ങാറില്ല. കൂടുതലും ലെവൻഡോസ്കി അത് ക്ലിയർ ചെയ്ത് തരാനുള്ള ഒരു അപ്രോച്ച് നടത്താറുണ്ട്. അതിൽ നല്ല ശതമാനം അദ്ദേഹം സക്സസ്ഫുൾ ആവാറുണ്ട്. എന്ന് മാത്രമല്ല നല്ല രീതിയിൽ അദ്ദേഹം നമ്മളെ സപ്പോർട്ട് ചെയ്യാറുമുണ്ട്. ഇപ്പോൾ ലെവൻഡോസ്കി വന്നു കഴിഞ്ഞാൽ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ പ്ലെയർ സ്റ്റാർട്ടിങ് ലെവലിൽ ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് പ്ലെയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലെഗിൽ കംപ്ലീറ്റ്ലി ഫിറ്റ് ആയിരിക്കില്ല. ഒരു 80% അല്ലെങ്കിൽ ഒരു 90% ഫിറ്റ് ആയിരിക്കും. ബാക്കി 10% അൺഫിറ്റ് ആയിരിക്കും പ്ലെയർ. പക്ഷെ പ്ലെയറിന് മെഡിക്കൽ ഗ്രീൻ ലൈറ്റ് കൊടുത്ത് ആ ഒരു മാച്ച് കളിപ്പിക്കാനുള്ള പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്ഡേറ്റ്സ് പറയുന്നത്. അപ്പോൾ പ്ലെയർ സൂപ്പർ സബ്ബായിട്ടൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അത് വരെ നമ്മൾ സെറ്റ് പീസിൽ ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സെറ്റ് പീസിൽ സ്ട്രഗിൾ ചെയ്യാതെ നിൽക്കണമെങ്കിൽ നമ്മുടെ എല്ലാ താരങ്ങളും നല്ല അവയർനെസ് മുന്നോട്ട് വെക്കണം. ഒന്നാമത്തെ കാര്യം, ഒപ്പോണൻറ്റ് ടീമിൻ്റെ എല്ലാ താരങ്ങൾക്കും നല്ല ഹൈറ്റ് ഉണ്ട്, നല്ല ഫിസിക് ഉണ്ട്. അതുകൊണ്ട് സെറ്റ് പീസ് ഗോളൊക്കെ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതില്ലാതാക്കണമെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി നടന്നിട്ടുള്ള മാച്ചിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നല്ല അവയർനെസ് മുന്നോട്ട് വെക്കാം. അവയർനെസ് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ല ശതമാനം ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബാസ കൺസൈഡ് ആയിട്ടുള്ള സെറ്റ് പീസ് ഗോൾ ഓക്കെ കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പ്രോപ്പറായിട്ടുള്ള ഒരു അവയർനെസ് മുന്നോട്ട് വെച്ചെടുത്ത് നമുക്ക് അവരെ ലോക്ക് ചെയ്യാൻ പറ്റും. ഹൈറ്റ് അവർക്കൊരു അഡ്വാൻറ്റേജ് ആണെങ്കിലും കുറച്ച് അവെയറായിട്ട് നിന്നാൽ തീരാവുന്ന പ്രശ്നമില്ല. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ കീപ്പറും അതേപോലെ തന്നെ ഈ ഒരു മാൻ മാർക്ക് ചെയ്യുന്ന പ്ലേയേഴ്സ് കുറച്ച് അവയർനെസ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോൾ കൺസിഡർ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ടേക്ക്. എന്തായാലും ശരി, ഈ ഒരു മത്സരത്തിൽ നമ്മുടെ പ്ലേയേഴ്സ് എല്ലാവരും അവെയറായിട്ട് നിൽക്കണം. ഇപ്പോൾ ഇത് അവേ മാച്ചാണ്, സാൻ സീറോയിലാണ് മാച്ച് നടക്കാൻ വേണ്ടി പോകുന്നതെന്ന് വിചാരിച്ചിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയറിനെ ഭയക്കാൻ പാടില്ല. എന്തായാലും ഷെസ്നി ഭയക്കത്തില്ല. ഷെസ്നി നല്ല രീതിയിൽ അവെയറായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ എന്തായാലും ശരി, എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ എല്ലാ താരങ്ങളും നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. എനിക്ക് ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ ബെസ്റ്റ് വേർഷൻ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ എറിക് ഗാർസിയ ഫൈറ്റ് ബാക്ക് റോളിലായിരിക്കും ഉണ്ടാവുക. അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ഈ പ്ലേയേഴ്സിനൊക്കെ ക്രിറ്റിസൈസ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ഡാനി ഓൾമോനെ ഈ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരുടെ ഭാഗത്ത് ബെസ്റ്റ് വേർഷൻ കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. ഇപ്പം ഞാനെപ്പോഴെങ്കിലും ജെറാർഡ് മാർട്ടിൻ്റെ ബെസ്റ്റ് വേർഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാശി പിടിക്കാറില്ല. കാരണം എനിക്കറിയാം പ്ലെയറിന് മാക്സിമം ഔട്ട്പുട്ട് അത്രയേ ഉള്ളൂ എന്ന്. പക്ഷേ ഞാൻ പറയുന്ന ബാക്കിയുള്ള താരങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ബാക്കിയുള്ള താരങ്ങളിൽ നിന്നൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. എനിക്കത് കണ്ട് ഞാൻ ഹാപ്പിയാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് ഓക്കെ ഇത്രയും പറ്റത്തുള്ളൂ എന്നാണെങ്കിൽ ഞാൻ അവരെ ഒഴിവാക്കി വിട്ടിട്ടുണ്ടാവും. പക്ഷേ എനിക്കറിയാം ഈ പറയുന്ന ഫ്രാങ്ക് ഡിയോങ് ആയാലും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് മിഡ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഡാനി ഓൾമോ ആയാലും അതേപോലെ തന്നെ മറ്റുള്ള
താരങ്ങൾ ഫെർമിൻ ആയാലും ശരി, അവരുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഔട്ട്പുട്ട് വരാനുണ്ട്. അത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ബെസ്റ്റ് വേർഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ടീം സേഫ് സോണാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. പിന്നെ ഈ ഒരു മാച്ചിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് പറയുന്നത്, ഈ ഒരു ഇനീഗോ മാർട്ടീനസിനെ ലെഫ്റ്റ് ബാക്ക് റോൾ കളിപ്പിക്കരുത്. അതായത് കഴിഞ്ഞ 2-3 മാച്ചായിട്ട് കണ്ടൊരു കാര്യമാണ്. അതായത് ഇനീഗോ മാർട്ടീനസിനെ ലെഫ്റ്റ് ബാക്ക് റോളിൽ യൂസ് ചെയ്യുന്നതായിട്ട് ശരിക്കും പറഞ്ഞാൽ അതൊരു ബ്ലണ്ടർ ആയിട്ടുള്ള ഡിസിഷനാണ്. കാരണം പ്ലെയറിന് അദ്ദേഹത്തിൻ്റെ നല്ലൊരു ടൈമിൽ പെർഫോം ചെയ്ത ഒരു പെർഫോമൻസ് ഒന്നും ഈ ഒരു പ്രായത്തിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഓൾറെഡി പ്ലെയറിന് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ആ റോള് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളതിൻ്റെ പ്രശ്നം 2 ഇരട്ടിയാവുകയേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ പ്ലെയറിന് കംഫോർട്ടായിട്ടുള്ള റോൾ എന്ന് പറയുന്നത് സെൻറ്റർ ബാക്ക് റോളാണ്. വേണമെങ്കിൽ അറോഹോനെ ആ റോളിൽ കളിപ്പിച്ചോ, അല്ലെങ്കിൽ ഈ ഒരു ഹെക്ടർ ഫോർട്ടിനെ ആ റോളിൽ കൊണ്ടുവന്നോ. പക്ഷേ ഈഗോനെ ആ റോളിൽ കളിപ്പിക്കുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ ഈ ഒരു മാച്ചിൻ്റെ ഫസ്റ്റ് ലെഗിൻ്റെ അവസാന നിമിഷത്തിലൊക്കെ പ്ലെയർ ആ ഒരു റോളാണ് കൈകാര്യം ചെയ്തത്. പക്ഷേ പ്ലെയറിൻ്റെ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് പ്ലെയറിന് ആ റോള് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. പണ്ടൊക്കെ പ്ലെയർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമായിരിക്കും. പക്ഷേ നിലവിലുള്ള സിറ്റുവേഷനിൽ പ്ലെയറിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ കോപ്പ ഡെൽ റേ ഫൈനലിലാണെങ്കിലും ഇനീഗോ മാർട്ടീനസ് ലെഫ്റ്റ് ബാക്ക് റോൾ കൈകാര്യം ചെയ്യുന്ന ഒരു സിനാറിയോയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു ബെസ്റ്റ് ഔട്ട്പുട്ട് അല്ല കാണാൻ സാധിച്ചത്. പ്ലെയർ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു മാച്ചിൻ്റെ അവസാന ഘട്ടത്തിൽ ബ്രയൻ ഡിയാസ് ബോൾ എടുത്ത് പോകുന്ന ടൈമിൽ ഈ ഒരു ഇനീഗോ മാർട്ടീനസ് ആർന്ന ഗുലേറിനെ പ്രോപ്പറായിട്ട് മാൻമാർക്ക് ചെയ്തിട്ടില്ല. പ്ലെയർ നിന്നത് ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് റോഡ് പോലെയാണ്. ആർന്ന ഗുലേർ ഫ്രീ മാൻ ആയിരുന്നു. ശരിക്കും ബ്രയൻ ഡിയാസ് റൈറ്റ് ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ അത് ഗോളായി മാറിയേനെ. പക്ഷെ ഭാഗ്യം കൊണ്ട് അദ്ദേഹം റൈറ്റ് ഡിസിഷൻ എടുത്തില്ല. അപ്പോൾ ഈ ഒരു ടൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ ഇനിയോ മാർട്ടീനസ് സബ് കോൺഷ്യസ് ലെവലിൽ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു ലെഫ്റ്റ് സെൻറ്റർ ബാക്ക് എടുക്കുന്ന ഒരു ഡിസിഷനും കാര്യങ്ങളായിരിക്കും. അല്ലാതെ ഒരു ലെഫ്റ്റ് ബാക്ക് എടുക്കുന്ന പോലത്തെ ഒരു ഡിസിഷനോ കാര്യങ്ങളോ പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് വരണമെന്നില്ല എന്നാണ് എൻ്റെ ഒരു ടേക്ക്. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റുതാം. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഇനീഗോ മാർട്ടീനസിന് ലെഫ്റ്റ് ബാക്ക് റോള് കൊടുക്കുന്നത് റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. പകരം അറോഹോനെ ആ റോൾ കളിപ്പിച്ചോ കുഴപ്പമില്ല. പക്ഷേ ഇനീഗോനെ കളിപ്പിക്കണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലെഗിൽ നമ്മളുടെ ക്രിസ്ത്യൻസൺ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആകെ 9-10 മിനിറ്റാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. പക്ഷേ പ്ലെയറിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ഇമ്പാക്റ്റ് കാണാൻ സാധിച്ചു. അതുകൊണ്ട് പറയാണ്, ക്രിസ്ത്യൻസൺ എന്ന് പറയുന്ന താരത്തിന് ബാക്ക് ടു ബാക്ക് ആക്ഷൻസ് ഹാൻഡ്സ് ഫ്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അദ്ദേഹത്തിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വരുന്ന വയഡോയിഡ് മാച്ചിൻ്റെ സ്റ്റാർട്ടിംഗ് 11 പ്ലെയറിന് പ്ലേയിങ് ടൈം കൊടുക്കുകയാണെങ്കിൽ, സെൻറ്റർ ബാക്ക് റോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ CTM റോൾ ആയിക്കോട്ടെ, പ്ലെയർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഇന്റർ മിലാൻ മാച്ചിൽ ചാൻസ് കൊടുക്കാം. പ്ലെയർ നല്ല രീതിയിലുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പ്ലെയർ സോളിഡ് ആയിട്ടുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. ഇഞ്ചുറി മാത്രമാണ് പ്ലെയറിൻ്റെ ഒരു വീക്ക്നെസ്. പക്ഷേ പ്ലെയർ ഫിറ്റായിട്ട് നിൽക്കുന്ന ടൈമിൽ നല്ലൊരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോൾ ഹ്യൂജ് എക്സ്പെക്റ്റേഷൻസോട് കൂടിയാണ് ഞാൻ നൽകുന്നത് ക്രിസ്ത്യൻസിൻ്റെ കേസിൽ. അപ്പോൾ പ്ലെയർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ വയഡോയിഡ് മാച്ചിൽ ഉറപ്പായിട്ടും ഇന്റർ മിലാൻ മാച്ചിൽ പ്ലെയറെ സ്റ്റാർട്ടിംഗ് ലെവലിൽ യൂസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഹാൻഡ്സ് ഫ്ലിക്ക് ഡിസൈഡ് ചെയ്യുന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, സാൻസിറോ പോയിട്ട് അവരുടെ ടീം കിടിലനായിട്ട് പെർഫോം ചെയ്ത് വലിയൊരു മാർച്ചിൽ വിൻ ചെയ്യും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. കാരണം അവരുടെ ടീം അത്രയ്ക്ക് എഫേർട്ട് ഇട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്രതീക്ഷയുടെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു മാച്ചിൻ്റെ റഫറി എന്ന് പറയുന്നത് പണ്ട് ബാസ വേഴ്സസ് ഇന്റർ മിലാൻ മാച്ചിൻ്റെ റഫറി ആയിട്ട് വന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു റഫറി വളരെ ബയസ്ഡ് ആണ്. അത് മാത്രമല്ല, ബാസക്ക് അനുകൂലമായിട്ടുള്ള പെനാൽറ്റി പോലും നൽകാൻ താല്പര്യപ്പെടാത്തൊരു വ്യക്തിയാണ്. വാർ ഉണ്ടായാൽ പോലും ചെക്ക് ചെയ്യാൻ താല്പര്യപ്പെടാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് നമുക്ക് അനുകൂലമായിട്ടുള്ള ഡിസിഷൻസും കാര്യങ്ങളും വരിക എന്ന് പറയുന്നത് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതുകൊണ്ട് ബാസ റഫറിയുടെ ഒരു സഹായം ഇല്ലാതെ മാച്ച് ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതായത് പെനാൽറ്റി പോലും വേണ്ട, അതുപോലും ഇല്ലാതെ നമ്മൾ ഈ ഒരു മാച്ച് വിൻ ചെയ്യും. ഇന്റർ മിലാൻ്റെ ഹോം ഗ്രൗണ്ടിൽ വിൻ ചെയ്യും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. എങ്ങനെയായിരിക്കും കാര്യങ്ങളുടെ പോക്ക് എന്നതെല്ലാം കണ്ടു തന്നെ അറിയാം. എന്തായാലും ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ